ഓരോ പ്രാവശ്യം വരുമ്പോഴും അത് എത്ര വണ്ണം വെച്ചു എന്നുള്ളത് നോക്കി തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ അതിങ്ങനെ ചെയ്ത് നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അത് ഏത് തരത്തിലാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കര വിഷമമാണ്. KCB വെട്ടാൻ പോവുകയാണ് എന്നുള്ളത് ഈ തടിക്കച്ചവടക്കാർ അതിന് മുൻപായി തന്നെ അറിഞ്ഞു കാണും. അതുകൊണ്ടല്ലേ അവർ വന്ന് ചോദിക്കുന്നത്. KCBയുടെ ടച്ചിങ് വെട്ട് അതിര് കടക്കുന്നു എന്ന പരാതികൾ വർദ്ധിച്ചു വരികയാണ്. പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ നിന്ന് ഇന്നലെ അത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ സമാനമായൊരു വാർത്ത തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ ആഞ്ഞിലിത്താനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 20ഓളം റബ്ബർ മരങ്ങൾ വെട്ടിക്കറയെടുത്തുകൊണ്ടിരുന്ന 20ഓളം റബ്ബർ മരങ്ങളാണ് KCB ജീവനക്കാർ ഉടമകളെ അറിയിക്കാതെ പോലും വെട്ടിമാറ്റിയത്. ആഞ്ഞിലിത്താനം സ്വദേശിനിയായിട്ടുള്ള ഷീല മത്തായിയുടെയും സഹോദരൻ്റെയും ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഭൂമി. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു വെട്ടിനിരത്തൽ നടന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ KCB ഉദ്യോഗസ്ഥരെത്തി ഈ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപ് ചില തടിക്കച്ചവടക്കാർ ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും KCB നിങ്ങളുടെ റബ്ബർ മരങ്ങൾ മുറിക്കാൻ പോവുകയാണ്, അത് വിൽക്കുന്നുണ്ടോ, എത്ര രൂപയ്ക്ക് വിൽക്കും എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ മറ്റ് ചില സംശയങ്ങളുണ്ട് എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർക്കടക്കം ഈ കുടുംബം പരാതി നൽകി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 പ്രോപ്പർട്ടി, ഈ ഭാഗം എൻ്റേതും ആ ഭാഗം എൻ്റെ സിസ്റ്ററിൻ്റേതുമാണ്. ഓക്കെ, ഞങ്ങൾ 2 പേരും സ്ഥലത്തില്ല. ഞാൻ ഗുജറാത്തിലും സിസ്റ്റർ കോട്ടയത്തും താമസിക്കുന്നത്. ഇത് വെട്ടുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ്. അതിന് പിന്നെ ഒരാഴ്ച മുന്നേ തടിയുടെ ബിസിനസ്സുകാർ അവർ വന്നിട്ട് തടി കൊടുക്കുന്നുവെന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് പോയി. ഈ റബ്ബറുകൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് വെട്ടണം, റബ്ബർ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവർ വന്ന് ചോദിച്ചിട്ട് പോയി. അപ്പം ഞങ്ങൾ കൊടുക്കുന്നില്ലെന്ന് പറയുകയും ചെയ്തു. KCB വെട്ടാൻ പോവുകയാണ് എന്നുള്ളത് ഈ തടിക്കച്ചവടക്കാർ അതിന് മുൻപായി തന്നെ അറിഞ്ഞു കാണും. അതുകൊണ്ടല്ലേ അവർ വന്ന് ചോദിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ അറിയാൻ പറ്റത്തില്ലല്ലോ. ഇത് നമ്മളെയിട്ട് KCB അറിയിച്ചിട്ടുമില്ല, ഒരു നോട്ടീസ് തന്നിട്ടുമില്ല, ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ള വിവരം നമ്മളോട് പറഞ്ഞിട്ടുമില്ല. നമുക്കൊട്ട് അറിയത്തുമില്ല അതിനെക്കുറിച്ച്. കൊടുക്കുന്നില്ല എന്ന് അറിയിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം വെട്ടിയിട്ടെന്ന് ഇവിടുത്തെ ആരോ ഞങ്ങളുടെ സിസ്റ്ററിനെ വിളിച്ച് പറയുക. അങ്ങനെയാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. അവൾ പിന്നെ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ ഒരു തരത്തിലുള്ള അറിയിപ്പുകളോ ഇൻറ്റിമേഷനോ ഒന്നും തന്നിട്ടില്ല. ഇവിടുന്ന് ആരോ വിളിച്ച് പറഞ്ഞറിഞ്ഞിട്ടുള്ള വിവരമേ ഉള്ളൂ നമുക്ക് ഇത് വെട്ടിയിട്ടിരിക്കുന്നെന്നുള്ളത്. പിന്നീട് നമ്മളിതിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു അല്ലേ? അതെ, എൻ്റെ പെങ്ങള് സിസ്റ്ററെ കിഴവായ്പൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർക്ക് മെസ്സേജ് വന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലനിൽക്കില്ലെന്ന് പറഞ്ഞ സംതിങ് മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. KCB വെട്ടിയത് കൊണ്ട് ആ ഒരു പരാതി നിലനിൽക്കില്ല എന്നാണ് അവർ പറഞ്ഞെന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിസ്റ്റർ ഇവർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു, ഡിസ്ട്രിക്ട് കളക്ടർക്ക്. കളക്ടർ കംപ്ലയിൻറ്റ് കൊടുത്തപ്പം കളക്ടർ പറഞ്ഞു അങ്ങനെ ഒരു ഓർഡറൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. KCB പറയുന്നത് കളക്ടറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇത് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു എന്നുള്ളതാണല്ലോ KCBയുടെ ഒരു വാദം. അത് തന്നെ കളക്ടർ പറയുന്നു അങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ടില്ല എന്ന് പറയുന്നു. നിലവിൽ ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ്? കളക്ടർ പിന്നെ KCBയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് എന്തോ വന്നെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണല്ലേ? അതെ. ഓക്കെ, എന്തായാലും നമുക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം വലുതാണ്. കാര്യം 20ഓളം റബ്ബർ മരങ്ങൾ. അതെ, ഇത്രയും 10-20 റബ്ബർ മരങ്ങൾ 10 വർഷം വളർത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എത്ര ഇതുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ ഓരോ വെക്കേഷന് വരുമ്പോഴും വളമിട്ട് നെക്സ്റ്റ് ഇയറിൽ വെട്ടാൻ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് വളമിട്ട് അതിനെ ഇത്ര ഇതാക്കി കൊണ്ടുവന്നപ്പോഴാണ് ഒറ്റയടിക്ക് അതെല്ലാം മൊത്തത്തിൽ വെട്ടി താഴെയിട്ടുള്ളത്. സങ്കടമായി പോയി. പകുതി വെട്ടാൻ തുടങ്ങിയ മരങ്ങളുമാണ്, വെട്ടിക്കൊണ്ടിരുന്ന മരങ്ങളാണ്. പെങ്ങളുടെ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. നമ്മൾ വെട്ടി കറയെടുത്തുകൊണ്ടിരുന്ന മരങ്ങളാണ് ഇവര് മൂടോടെ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. അതെ. യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ നമുക്ക് ഈ ലൈൻ കടന്നു പോകുന്നത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് സമീപത്ത് കൂടിയല്ല, റോഡിന്റെ മറുഭാഗത്ത് കൂടിയാണ്. ലൈനിലേക്ക് ഇതിന്റെ ചില്ലകൾ പോകുന്നുണ്ടായിരുന്നെങ്കിൽ ചില്ലകൾ മുറിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതേ ഉള്ളൂ, ചില്ലകൾ മുറിക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. പിന്നെന്തുകൊണ്ട് ഇങ്ങനെ ചുവടെ വെട്ടി മാറ്റി? അതാണ് അറിയേണ്ടത്. മറ്റൊരു സ്റ്റേറ്റുകളിലാണെങ്കിലും ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അഥവാ ലൈനെ കിടക്കുകയാണെങ്കിൽ ആ ടച്ചിങ്സ് വെട്ടിക്കളഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. ഒരു മൂടെ വെട്ടുന്ന ഒരു സ്വഭാവം എല്ലായിടത്തും മരം വെച്ച് പിടിപ്പിക്കാനാണ് പൊതുവേ ഗവൺമെൻറ് പറയുന്നത്. ഇവിടെ എല്ലാം വെട്ടി നശിപ്പിക്കാനാണ് പറയുന്നത് അല്ലേ? അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഫീലിങ്സ്. അല്ലേ, അതിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയാനാ. പ്രത്യേകിച്ച് ഇന്ന് പരിസ്ഥിതി ദിനം കൂടിയാണ്. ഇന്നാണ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ വെളിനാട്ടിൽ നിന്ന് വന്ന് വെക്കേഷന് വരുമ്പം കാട് തെളിച്ച് വളവിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും അത് എത്ര വണ്ണം വെച്ചു എന്നുള്ളത് നോക്കി തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ അതിങ്ങനെ ചെയ്ത് നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അത് ഏത് തരത്തിലാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കര വിഷമമാണ്.
എന്തായാലും മുന്നോട്ട് ഞങ്ങളുടെ കാര്യം കേൾക്കും ഗവൺമെൻറ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെട്ടി കറയെടുത്തുകൊണ്ടിരുന്ന ആദായം എടുത്തുകൊണ്ടിരുന്ന മരങ്ങളാണ് KSEB മൂടോടെ മുറിച്ച് മാറ്റിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിൽ ഈ കുടുംബം പറയുന്നത് മറ്റു ചില സംശയങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം KSEB മരങ്ങൾ മുറിക്കാൻ പോകുന്നു, ഇല്ലെങ്കിൽ ടച്ചിങ് വെട്ടാൻ പോകുന്നു എന്നുള്ളത് ഈ തടിക്കച്ചവടക്കാർ എങ്ങനെ നേരത്തെ മനസ്സിലാക്കുന്നു, അവർ അതെങ്ങനെ അറിയുന്നു, ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. പത്തനംതിട്ട ആഞ്ഞിലിത്താനത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.